നമസ്കാരം. സേവാമന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്ണുമോഹിനി മന്ത്രത്തെക്കുറിച്ചാണ്. വിഷ്ണുമോഹിനി മന്ത്രം എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു അട്രാക്ഷൻ പവറുള്ള മന്ത്രമാണ്. വശ്യശക്തി അത്രയുമുള്ളൊരു മന്ത്രമാണ്. അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനെ ആണെങ്കിലും സ്ത്രീയെ ആണെങ്കിലും വശ്യപ്പെടുത്താനാണെങ്കിലും, കാമുകന്മാരിലാണെങ്കിൽ പോലും ലവേഴ്സിനിടയിലൊക്കെ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിട്ട് അവരൊന്ന് പിണങ്ങി മാറി നിൽക്കുന്നതാണെങ്കിലും അത് തിരിച്ചു വരാനായിട്ടും അവരത് ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി അവർ നിങ്ങളിലേക്ക് വരാനായിട്ടും ഒക്കെ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ ഇത് ഭാര്യ ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണ്, അവരുടെ വഴക്കൊക്കെ മാറി സന്തോഷമായിട്ട് സ്നേഹമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണ്, അപ്പോൾ അവിടെയുള്ള ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ അടുത്തൊരു സ്നേഹം തോന്നണം. അങ്ങനെയൊക്കെയുള്ള ഇതിലാണെങ്കിൽ, അല്ലാതെ വിഷ്ണുമോഹിനിയെ മനസ്സിൽ കണ്ട് നമ്മൾ ജപിച്ചാൽ മതി. വിഷ്ണുമോഹിനി അവതാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. പാലാഴി മന്ത്രത്തിൻ്റെ സമയത്ത് അസുരന്മാരുടെ കയ്യിൽ അമൃതകുംഭം കിട്ടുകയും അപ്പോൾ ലോകത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അത് പോകും എന്നൊരു അവസ്ഥ വന്നപ്പോൾ വിഷ്ണുമോഹിനി അവതാരമെടുത്ത്, സാക്ഷാൽ വിഷ്ണു തന്നെ ആ അവതാരമെടുത്ത് അവരെ വിഷ്ണുമോഹിനിയിലോട്ട് ലയിച്ച ആ കുംഭം വിഷ്ണുമോഹിനി കൈക്കലാക്കുകയും രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കഥാസാരം. അപ്പോൾ ആ കാമരൂപിണിയായിട്ടുള്ള ദേവതയായതുകൊണ്ട് തന്നെ അത്രയും ഒരു അട്രാക്ഷൻ പവർ അതിനുണ്ട്, അത്രയും പവർഫുള്ളാണത്. അപ്പം നമുക്ക് ഏത് കാര്യത്തിനാണെങ്കിലും യൂസ് ചെയ്യാം, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. കാരണം വേറൊന്നുമല്ല കേട്ടോ, നമ്മളിപ്പോൾ അന്യരുടെ ഏതെങ്കിലും അതല്ലെങ്കിൽ വാശി വെച്ചിട്ടോ ഒക്കെ നമ്മൾ എന്തിനെങ്കിലും റിവെഞ്ചായിട്ടോ ഒക്കെ നമ്മൾ ജപിക്കുകയൊക്കെ ചെയ്താലും ചിലപ്പോൾ നടക്കും. പക്ഷേ അങ്ങനെ നടന്നിട്ട് എന്താ പറ്റുകയെന്നറിയാമോ? അങ്ങനെ നമ്മളിൽ വരുന്നവരെ കൊണ്ട് പിന്നീട് നമുക്ക് തലവേദനയാവും. കാരണം നമുക്ക് പറ്റിയ ആളും ആയിരിക്കത്തില്ല, പിന്നെ അവരെ ഒഴിവാക്കാനും പാടായിരിക്കും. അങ്ങനെ ഒരവസ്ഥ വരും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക, തീർച്ചയായിട്ടും ഇതിന് ഫലം ഉണ്ടാവും. 41 ദിവസം 108 തവണ രാവിലെയും വൈകിട്ടുമാണ് ഇത് ജപിക്കേണ്ടത്. ആ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആരെയാണോ വേണ്ടത് അവരെ കണ്ടുകൊണ്ട്, അവരെ സങ്കല്പിച്ചുകൊണ്ട്, അത്രയും മനസ്സവിടെ കൊടുത്തുകൊണ്ട് വേണം ഇത് ജപിക്കാനായിട്ട്. എത്ര തവണ ജപം കൂട്ടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. 108 ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, മിനിമം ആണത്. ഉറപ്പായിട്ടും അവരിൽ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം വരും. ഒരു നേരം കുറഞ്ഞത് എന്തായാലും ജപിക്കണം. അതിനുശേഷം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മളവിടെ പോയിരിക്കുമ്പോൾ നമ്മളോടൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നും. അപ്പം നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം. ദേവത ശ്രീ കാമരൂപിണി മഹാവിഷ്ണുർ ദേവതയാണ് ഇതിൻ്റെ ദേവത. ഓം സമ്മോഹയന്തീം സുരദൈത്യ സംഘാൻ പീയൂഷകുംഭം ദധതീം കരേണഃ ജഗത്രേയീ മോഹനാംഗീം താം വിഷ്ണുമായാം കലയേനുവേലം. ഇതാണ് ധ്യാനമന്ത്രം. ഇതൊരു 3 വട്ടം ജപിക്കുക. അതിനുശേഷം നമ്മൾ മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രം: ഓം ശ്രീം ഹ്രീം ക്ലീം മോഹിനി മഹാമോഹിനി സർവജനമനോഹാരിണി സർവജനം മേ വശം കുരു സ്വാഹ. വിഷ്ണുമോഹിനി മന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള അട്രാക്ഷൻ പവർ നമുക്ക് തരുന്നൊരു മന്ത്രമാണ്. അതായത് ഇത് ജപിക്കുന്ന ഒരാൾ ഏതൊരു സ്ഥലത്ത് പോയാലും നമുക്കൊരു അംഗീകാരം കിട്ടുക, എല്ലാവരും നമ്മളിലോട്ടൊരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പരിചയപ്പെടാൻ വരൽ, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ ക്ലയൻസിൻ്റെയൊക്കെ ഒരു വശ്യതയ്ക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒക്കെ നമ്മൾ ഇടപെടാൻ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ സർവ്വജനങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ വശ്യത്തിനും പർട്ടിക്കുലറായിട്ടൊരാളെ ഉദ്ദേശിച്ചാണെങ്കിൽ അങ്ങനെയും നമുക്ക് ജപിക്കാവുന്നതാണ്. നമ്മൾ വരും എപ്പിസോഡുകളിലും പലതരത്തിലുള്ള വശ്യമന്ത്രങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നാളോ അല്ലെങ്കിൽ നമ്മുടെ ജാതകമൊക്കെ അനുസരിച്ച് ആയിരിക്കും ഓരോ മന്ത്രത്തിൻ്റെ ഫലസിദ്ധി നമ്മളിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത്. അപ്പോൾ വരും എപ്പിസോഡുകളിലും നമ്മൾ ചെയ്യുന്നതാണ്. എന്തായാലും വിശ്വസിച്ച് ജപിക്കുക. ഏതാണോ നമുക്ക് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾ അതിനെ തിരഞ്ഞെടുത്ത് അതിനെ
മുന്നോട്ട് സ്ഥിരമായിട്ട് സ്ഥിരജപത്തിന് ഉപയോഗിക്കുക. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.